ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രജിത്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ 30 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ച് ഒക്കെ നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ച അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഞാൻ വിചാരിച്ചു ഈ 30 ഡേയ്സിൻ്റെ ഇടയ്ക്ക് വെയിറ്റ് എൻ്റെ സ്റ്റക്ക് ആവാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ. അതിപ്പോൾ കാണുന്നവർക്ക് ഒരു ഡീമോട്ടിവേഷൻ ആകുമോ, ഇല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് കറക്റ്റായിട്ട്, കാരണം ഞാനൊരു ബ്രേക്ക് എടുത്തൊരു 2 months ബ്രേക്ക് ഒരു 1.5 മാസത്തൊക്കെ ബ്രേക്ക് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ നമ്മളൊരു വെയിറ്റ് ലോസ് ചലഞ്ച് ഒക്കെ തുടങ്ങുന്നത്. അതായത് ഞാൻ എൻ്റെ ഒരു ഡയറ്റും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് തിരിച്ചു വരുന്നൊരു സമയമാണ്. അപ്പോൾ എന്നെക്കൊണ്ട് അതങ്ങനെ പെട്ടെന്ന് അങ്ങ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, ഞാൻ ഗിവ് അപ്പ് ചെയ്യുമോ, അങ്ങനെയൊക്കെ പല തോട്ട്സും ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ദൈവം സഹായിച്ചെല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ വെയിറ്റിൽ വ്യത്യാസമുണ്ട്. കാരണം ഞാൻ ഈ 30 ഡേയ്സ് കൊണ്ട് കുറയ്ക്കണം എന്ന് ഞാൻ മനസ്സിലൊരു ടാർഗറ്റ് വെച്ച ഒരു ഇത്ര kgs ഉണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി ലൂസ് ചെയ്തു. അതായത് ഇപ്പം ഇത്രയും ദിവസത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ വിചാരിച്ചത്ര വെയിറ്റ് ഞാൻ ഓൾറെഡി കുറച്ചു. അപ്പോൾ ഇനി അങ്ങോട്ട് എന്ത് കിട്ടിയാലും എനിക്ക് ബോണസാണ്. സോ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി അതേപോലെ നന്നായിട്ട് പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വെയിറ്റ് ലോസ് ജേർണിയുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നതും. നമ്മളെല്ലാവരും കൂടുതൽ അങ്ങോട്ട് ചിന്തിച്ചിട്ടില്ലാത്തൊരു സാധനം, അതായത് ഒരു റൂട്ട് കോസ് എന്നൊക്കെ പറയത്തില്ലേ, ഒരു അമിതവണ്ണം വെക്കുന്നതിൻ്റെ ഒക്കെ, ഇല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സംഭവത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. സോ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് മെറ്റബോളിസം. നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനുള്ള 5 ഫുഡ് ഐറ്റംസിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. അപ്പോൾ ഈ മെറ്റബോളിസം, മെറ്റബോളിക് റേറ്റ് അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോഴേ എന്തോ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സംഭവം, വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഭവം അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവും അല്ലേ. പേടിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ മെറ്റബോളിക് പ്രോസസ്സ് വെച്ചിട്ടാണ് നമ്മുടെ ശരീരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഡ്രിങ്കും ഒക്കെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ എനർജി നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ മെറ്റബോളിസം നല്ല രീതിയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിക് റേറ്റ് നല്ല ഹൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കാലറീസ് ബേൺ ചെയ്യും. നൗ ലെറ്റ്സ് ഗെറ്റ് എ ബിറ്റ് സയൻറ്റിഫിക്. ഈ മെറ്റബോളിസം എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ്. അതായത് നമ്മുടെ പ്രായം, നമ്മുടെ ജെൻഡർ, നമ്മുടെ ജെനറ്റിക്സ്, അങ്ങനെ പല ഫാക്ടേഴ്സുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ് ഈ മെറ്റബോളിസം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ മെറ്റബോളിസം കുറഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഈ മെറ്റബോളിസം എന്ന് പറയുന്നത് സ്ത്രീകളെക്കാൾ ആണുങ്ങൾക്കായിരിക്കും കൂടുതൽ. ഇപ്പം നമുക്കൊരു ഫാസ്റ്റർ മെറ്റബോളിസം ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കാനും നമുക്ക് വേഗത്തിൽ വണ്ണം കുറയാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ നോക്കുമ്പം ഈ മെറ്റബോളിസം എന്ന് പറയുന്ന സംഭവം നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട ഒന്ന് തന്നെയല്ലേ. ഇപ്പം നമുക്ക് നമ്മുടെ പ്രായം ഇല്ലെങ്കിൽ നമ്മുടെ ജെനറ്റിക്സ് ഈ പറയുന്ന സംഭവത്തിലൊന്നും നമുക്ക് ഒരു കൺട്രോളും ഇല്ല. നമുക്ക് അതിലൊന്നും ഒരു മാറ്റം വരുത്താൻ നമ്മൾ വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുവാണെങ്കിൽ അത് നമ്മുടെ മെറ്റബോളിസത്തിനെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. സോ അതിന് നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ മെറ്റബോളിസം കൂട്ടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു 5 ഫുഡ് ഐറ്റംസുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമുക്കെല്ലാവർക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള, നമുക്കെല്ലാം കേൾവിയുള്ള, ഒന്നും പുതിയതല്ല കേട്ടോ, എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മെറ്റബോളിസം കൂട്ടാൻ സഹായിക്കുന്ന ഒരു 5 ഫുഡ് ഐറ്റംസ്. അതെന്താ നോക്കിയാലോ. സോ ആദ്യത്തെ ഫുഡ് ACV, ആപ്പിൾ സൈഡർ വിനാഗർ. എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ റിസർച്ച് നടത്തിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതിലൊന്ന് വന്ന് കേട്ട് പോയിട്ടുള്ളൊരു സംഭവമാണ് ACV അഥവാ ആപ്പിൾ സൈഡർ വിനാഗർ. സോ ACVയിൽ അടങ്ങിയിട്ടുള്ള അസറ്റിക് ആസിഡാണ് നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. നമ്മൾ ഈ അസറ്റിക് ആസിഡ് നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കുമ്പം നമ്മൾ കഴിച്ച ഭക്ഷണം ഇല്ലേ, അത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യാതെ ആ ഭക്ഷണം എത്രയും പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഈ അസറ്റിക് ആസിഡ് നമ്മളെ സഹായിക്കും. ഈ ആപ്പിൾ സൈഡർ വിനാഗർ കഴിക്കുമ്പോണ്ടല്ലോ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഒന്ന് കുറയ്ക്കാൻ അത് ഒത്തിരി സഹായിക്കും കേട്ടോ. നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഒന്ന് സ്റ്റേബിൾ ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മുടെ ശരീരം ഈ ഷുഗറിനെ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന്റെ അളവ് കുറയും. സോ ദിസ് ഹെൽപ്സ് കീപ്പിംഗ് അവർ മെറ്റബോളിസം ഓൺ ട്രാക്ക്. അതുപോലെ തന്നെ നമ്മൾ ആപ്പിൾ സൈഡർ വിനാഗർ കഴിച്ചാലുണ്ടല്ലോ നമുക്ക് എപ്പോഴും ആ ഒരു ഫുൾനെസ് ഫീൽ ചെയ്യും. അതായത് എപ്പോഴും ഇങ്ങനെ വിശക്കുന്ന ആ ഒരു തോന്നലില്ലേ, അത് നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും കേട്ടോ. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ, നമ്മുടെ വെയിറ്റ് മാനേജ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. സോ അങ്ങനെ നമുക്ക് നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ ഒരുപാട് സഹായിക്കും.
ഈ ആപ്പിൾ സൈഡർ വിനാഗർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. എങ്കിലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്. 1 ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനാഗർ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കഴിക്കുക. വേറെ ഒന്നും അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ബിഫോർ മീലാണ് കേട്ടോ കഴിക്കേണ്ടത്. പിന്നെ ഒരു ദിവസം 2 ഗ്ലാസ്സിൽ കൂടാതെ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇപ്പം അസിഡിക് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് ഈ ആപ്പിൾ സൈഡർ വിനാഗർ എടുക്കാൻ പാടില്ല. അല്ലാത്തവർക്ക്, അതായത് പ്രഗ്നന്റ് വുമൺ എടുക്കാൻ പാടില്ല, ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാർക്ക് എടുക്കാൻ പറ്റില്ല. സോ ഈ ഒരു കാറ്റഗറി ഒഴിവാക്കി കഴിഞ്ഞാൽ വേറെ ആർക്കും ആപ്പിൾ സൈഡർ വിനാഗർ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ 2 ഗ്ലാസ് എന്നുള്ള അളവിൽ കൂടാൻ പാടില്ല. ഇനി മെറ്റബോളിസം കൂട്ടാൻ നമ്മളെ സഹായിക്കുന്ന അടുത്ത ഫുഡ് എന്താണെന്നറിയോ? ജിഞ്ചർ. നമ്മുടെ എല്ലാവരുടെ അടുക്കളയിൽ സുലഭമായിട്ട് നമ്മളെല്ലാം ഡെയിലി നമ്മുടെ ഒരു ഫുഡിൽ ഉൾപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ജിഞ്ചർ എന്ന് പറയുന്നത്. ഈ ജിഞ്ചറിന് മെറ്റബോളിക് റേറ്റ് കൂട്ടാനുള്ള കഴിവുണ്ടെന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ജിഞ്ചർ കഴിക്കുവാണെങ്കിൽ തെർമോജനസിസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എന്താണ് ഈ തെർമോജനസിസ്? നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്തൊരു ടേം ആണ് അല്ലേ? ഒന്നുമില്ല, തെർമോജനസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. നമ്മുടെ ബോഡി ഈ ഡൈജസ്റ്റിംഗ് ഫുഡിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് എന്താ പറയുക, ഹീറ്റും ഒരു എനർജിയൊക്കെ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഈ തെർമോജനസിസ് എന്ന് പറയുന്നത്. സോ ഈ തെർമോജനസിസ് ഇൻക്രീസ് ആവുന്ന സമയത്ത് നാച്ചുറൽ ആയിട്ട് നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ആവും. സോ മെറ്റബോളിസം കൂട്ടാനായിട്ട് ജിഞ്ചർ എങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്താം? ഒന്ന്, നമുക്ക് രാവിലെ ഒരു ജിഞ്ചർ ടീ കുടിക്കാം. അതായത് നമ്മുടെ മെറ്റബോളിസം ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ജിഞ്ചർ ടീ കഴിക്കാം. അതേപോലെ തന്നെ ജിഞ്ചർ ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള വാട്ടർ കുടിക്കാം. നമ്മൾ ഈ പ്ലെയിൻ വാട്ടർ കുടിക്കുന്നതിനെ കഴിഞ്ഞും നമ്മൾ കുറച്ച് ഇഞ്ചി ചതച്ചിട്ടിട്ടൊക്കെ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മെറ്റബോളിസം കൂട്ടാനായിട്ട് സഹായിക്കും. ഒരു റിസർച്ച് പറയുന്നത് എന്തറിയോ, 2 ഗ്രാം ജിഞ്ചർ പൗഡർ നമ്മൾ ഹോട്ട് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ, ഭക്ഷണത്തിൻ്റെ ഒപ്പം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ 43 കാലറീസ് നമുക്ക് ബേൺ ചെയ്യാൻ പറ്റും. ഈ ഒരു ഹോട്ട് വാട്ടർ ജിഞ്ചർ ഡ്രിങ്ക് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശപ്പിൻ്റെ അളവ് കുറയുകയും ചെയ്യും. ഒരു ഫുള്ളായിട്ടുള്ളൊരു നമ്മൾ വയറ് നിറഞ്ഞു എന്നുള്ളൊരു തോന്നലില്ലേ, അത് ഉണ്ടാവുകയും ചെയ്യും. അതുവഴി നമ്മൾ ഓവർ ഈറ്റ് ചെയ്യുന്നതും അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇനി ഞാനിപ്പോൾ പറഞ്ഞ ആപ്പിൾ സൈഡർ വിനാഗർ പോലെയും ജിഞ്ചർ പോലെയൊക്കെ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്ന വേറൊരു സംഭവം എന്താ പറയുക, ഗ്രീൻ ടീ. നമ്മുടെ ഗ്രീൻ ടീയിലുള്ളൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഈ കാറ്റഷിൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കുന്ന സമയത്ത് ഈ കാറ്റഷിൻസ് ചെയ്യുന്ന എന്താ അറിയോ, നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കുന്ന ചില ഹോർമോൺസിനെ ഇത് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. ഇല്ലെങ്കിൽ ആ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ ഇത് ഇൻക്രീസ് ചെയ്യും. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലത്തെ ഫാറ്റ് ബേൺ ചെയ്ത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത്. ഈ കാറ്റഷിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന വേറൊരു സംഭവമാണ്, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള സംഭവമാണ് കെഫൈൻ. നമ്മുടെ കോഫിയിലുള്ള അത്രയും കെഫൈൻ നമ്മുടെ ഗ്രീൻ ടീയിൽ ഇല്ല. അപ്പോൾ ഈ ഗ്രീൻ ടീയിലുള്ള കെഫൈന് നമ്മുടെ മെറ്റബോളിസം സ്പീഡപ്പ് ചെയ്യാനും അതുപോലെ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് എളുപ്പമാക്കാനും സഹായിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഗ്രീൻ ടീ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുക. ഒരു ദിവസം 2 തൊട്ട് 3 വരെ ഗ്രീൻ ടീ നിങ്ങൾക്ക് കഴിക്കാം. നമ്മുടെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് എളുപ്പമാക്കാനും മെറ്റബോളിസം കൂട്ടാനും മാത്രമല്ല നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ് ഗ്രീൻ ടീ കഴിക്കുന്നത്. ഇനി അടുത്ത ഫുഡ് ദാറ്റ് ഹെൽപ്സ് ടു ബൂസ്റ്റ് അവർ മെറ്റബോളിസം എന്ന് പറയുന്നത് പ്രോട്ടീൻ. മെറ്റബോളിക് റേറ്റ് കൂട്ടാനായിട്ടുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റും ഫാറ്റ് ഒക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ട എനർജിനെ കഴിഞ്ഞും ഒരുപാട് കൂടുതലാണ് ഈ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരം ഉപയോഗിക്കുന്ന എനർജി എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ശരീരം ഇടുന്ന എക്സ്ട്രാ എഫേർട്ട് ഇല്ലേ, അതിനെ നമ്മൾ ദ തെർമിക് എഫക്റ്റ് ഓഫ് ഫുഡ് എന്ന് പറയും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഈ പ്രോട്ടീൻ ഒന്ന് ഡൈജസ്റ്റ് ആയി കിട്ടണമെങ്കിൽ ഒരു കുറച്ചധികം വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ. അത് മാത്രമല്ല, ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്കൊരു ഫുൾനെസ് ഫീൽ ചെയ്യും. നമ്മൾ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ. പിന്നെ നമ്മൾ അമിതമായിട്ട് അത് വലിച്ചു വാരി ഭക്ഷണം കഴിക്കലുണ്ടാവില്ല. നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പ്രോട്ടീനൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഉച്ചവരെ നമ്മൾ ഇടയ്ക്കുള്ള സ്നാക്കിംഗ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് പറ്റും. സോ എല്ലാ മീലിലും പറ്റുവാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ എഗ് ഇൻക്ലൂഡ് ചെയ്യാം, ലഞ്ചിൽ ചിക്കൻ ഇൻക്ലൂഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിന്നറിൽ വരുമ്പോൾ നമുക്ക് ബീൻസ് സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസിലും നിങ്ങളത് എക്സ്പ്ലോർ ചെയ്യുക, ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ നമ്മൾ ഡെയിലി പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെറ്റബോളിക് റേറ്റിന് നമ്മളൊരു എക്സ്ട്രാ പുഷ് കൊടുക്കുകയാണ് കൂടുതൽ എഫിഷ്യൻ്റ് ആവാനായിട്ട്. സോ പ്രോട്ടീൻ എന്ന് പറയുന്നത് നല്ല മെറ്റബോളിക് സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ന്യൂട്രിയൻ്റ് ആണ്. ഇനി മെറ്റബോളിസം സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു 5ാമത്തെ സംഭവം എന്ന് പറയുന്നത് എന്താ അറിയോ? വാട്ടർ. യെസ്, ദ ഗുഡ് ഓൾഡ് H2O. നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വേണ്ട അളവിൽ വാട്ടർ കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റബോളിക് റേറ്റ്
24 തൊട്ട് 30% വരെ ഇൻക്രീസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഡീഹൈഡ്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ വേണ്ട അളവിൽ വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റബോളിക് റേറ്റ് അതേപോലെ കുറയും. മെറ്റബോളിക് റേറ്റിന്റെ അളവ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് കൂടുതൽ കാലറീസ് ബേൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നത്. മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾ ഓരോ ഭക്ഷണത്തിന്റെ ഓരോ മീലിന്റെ മുമ്പിലും ഒരു 15 മിനിറ്റ് മുമ്പൊക്കെ വയറ് നിറയെ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കില്ല കേട്ടോ. ഇത് ഞാൻ എൻ്റെ കുറേ വീഡിയോസിൽ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഡെയിലി ഏറ്റവും കുറഞ്ഞത് ഒരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. എവിടെ പോകുമ്പോഴും ഒരു വാട്ടർ ബോട്ടിൽ ക്യാരി ചെയ്യുക. നമുക്കിങ്ങനെ റിമൈൻഡേഴ്സ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആപ്സ് അവൈലബിൾ ആണ്. ആ ആപ്സ് വെച്ചിട്ട് വെള്ളം കുടിക്കാൻ റിമൈൻഡേഴ്സ് വെക്കുക. ഇതൊക്കെ ഒരു ശീലമാകുന്നോടം വരെ ഇങ്ങനത്തെ ചെറിയ ടിപ്സൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ ടു കൺക്ലൂഡ്, ഇതേപോലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചെറിയ ചില ചേഞ്ചസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്താൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനുള്ള ഫുഡ് അല്ലാതെ വേറെയും ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നന്നായിട്ട് ഉറങ്ങിയാൽ നമുക്ക് കുറച്ച് മസിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്താ പറയുക, നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, ഇതെല്ലാം നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ ഒത്തിരി 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 സഹായിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ ഈ 5 ഫുഡ് നിങ്ങളുടെ ഒരു ഡെയിലി റൂട്ടീൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാം. ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ കണക്ട് വിത്ത് മീ ഇൻ ഇൻസ്റ്റാഗ്രാം. സോ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും ഹാപ്പിയായി ഹെൽത്തി ആയിട്ടിരിക്കും. ദിസ് ഇസ് അശ്വതി രജിത് സൈനിങ് ഔട്ട്. ടേക്ക് കെയർ. ബൈ.